ദൈവത്തിന് മഹത്വം. നമ്മുടെ സങ്കടങ്ങൾ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഹാഗാറിന്റെ അടുക്കൽ സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്ന ഒരു പ്രവചന ശബ്ദമാണ്: ഹാഗാറെ, യഹോവ നിന്റെ സങ്കടം കേട്ടിരിക്കൊണ്ട് നിനക്ക് ജനിക്കുവാനിരിക്കുന്ന ശിശുവിന് ഇശ്മായേൽ എന്ന് പേര് ഇടണം. ഹാഗാറിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചത് പിന്നത്തേതിൽ അവൾ അവിടെ വരുവാനുണ്ടായ കാരണമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ അവളുടെ സങ്കടം, ഒരുപക്ഷെ മനുഷ്യർ അവളെ അപ്രകാരം എണ്ണിയപ്പോൾ, അവളുടെ ജീവിതത്തിനകത്ത് സങ്കടം വർദ്ധിച്ചപ്പോൾ, പിന്നത്തേതിൽ അവളുടെ സങ്കടത്തെ കണ്ടത് സർവശക്തനായ ദൈവം അവൾക്ക് ജനിക്കുവാനിരിക്കുന്ന ശിശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ശബ്ദത്തെ അവിടെ മുന്നറിയിക്കുവാൻ ഇടയായി. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിനകത്ത് യഹോവ സങ്കടദേശത്തന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യോസെഫ് തനിക്ക് ജനിച്ച രണ്ടാമത്തെ മകൻ എഫ്രൈം എന്ന പേരിട്ട്. ദൈവമക്കളെ, യോസെഫിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? എന്നാൽ സഹോദരങ്ങൾ തന്നെ പകച്ചും അവനെ ഇല്ലാതാക്കി തീർക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവരുടെ നടുവിൽ സർവശക്തനായ ദൈവം ഒരു മാന്യത, ശ്രേഷ്ഠത, അല്ലെങ്കിൽ ദൈവം കൊടുത്ത സ്വപ്നത്തിന്റെ നിവർത്തീകരണത്തെ അവിടെ ചെയ്തിടുപ്പാനിടയായി. നമ്മുടെ സങ്കടത്തെ കേട്ട് കണ്ട് നമ്മെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം ഇന്നിന്റെ അനുഭവങ്ങളെ കണ്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പോകേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ദിനം പ്രതി നടത്തുവാൻ ശക്തനായവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. നമ്മുടെ സങ്കടങ്ങൾ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഹാഗാറിന്റെ അടുക്കൽ സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്ന ഒരു പ്രവചന ശബ്ദമാണ്: ഹാഗാറെ, യഹോവ നിന്റെ സങ്കടം കേട്ടിരിക്കൊണ്ട് നിനക്ക് ജനിക്കുവാനിരിക്കുന്ന ശിശുവിന് ഇശ്മായേൽ എന്ന് പേര് ഇടണം. ഹാഗാറിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചത് പിന്നത്തേതിൽ അവൾ അവിടെ വരുവാനുണ്ടായ കാരണമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ അവളുടെ സങ്കടം, ഒരുപക്ഷെ മനുഷ്യർ അവളെ അപ്രകാരം എണ്ണിയപ്പോൾ, അവളുടെ ജീവിതത്തിനകത്ത് സങ്കടം വർദ്ധിച്ചപ്പോൾ, പിന്നത്തേതിൽ അവളുടെ സങ്കടത്തെ കണ്ടത് സർവശക്തനായ ദൈവം അവൾക്ക് ജനിക്കുവാനിരിക്കുന്ന ശിശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ശബ്ദത്തെ അവിടെ മുന്നറിയിക്കുവാൻ ഇടയായി. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിനകത്ത് യഹോവ സങ്കടദേശത്തന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യോസെഫ് തനിക്ക് ജനിച്ച രണ്ടാമത്തെ മകൻ എഫ്രൈം എന്ന് പേരിട്ട്. ദൈവമക്കളെ, യോസെഫിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? എന്നാൽ സഹോദരങ്ങൾ തന്നെ പകച്ചും അവനെ ഇല്ലാതാക്കി തീർക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവരുടെ നടുവിൽ സർവശക്തനായ ദൈവം ഒരു മാന്യത, ശ്രേഷ്ഠത, അല്ലെങ്കിൽ ദൈവം കൊടുത്ത സ്വപ്നത്തിന്റെ നിവർത്തീകരണത്തെ അവിടെ ചെയ്തിടുപ്പാനിടയായി. നമ്മുടെ സങ്കടത്തെ കേട്ട് കണ്ട് നമ്മെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം ഇന്നിന്റെ അനുഭവങ്ങളെ കണ്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പോകേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ദിനം പ്രതി നടത്തുവാൻ ശക്തനായവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.